ഗെയിം ഓഫ് ത്രോൺസ് പറയുന്ന ഒരു പഞ്ചാണ്. ഗെയിം ആ പേരില് ഭയങ്കര പഞ്ചാ. ഇരിക്കുന്ന ആൾക്കാരിൽ പഞ്ചില്ലാതുള്ളൂ. പക്ഷെ എനിക്ക് പഞ്ചുണ്ടല്ലോ വന്നപ്പോ പഞ്ച അതാണ് ക്ലാരിറ്റിയില് പറമീനാക്ഷി സൗത്തിന്റെ അങ്ങനെ അതെനിക്കറിയാം. നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല. നിങ്ങൾ വന്നിരിക്കുമ്പോ തന്നെ ആ പ്രതീക്ഷ ഞാൻ പോയിക്കോട്ടെ. നിർത്തിട്ട് പോടാ പട്ടി. അങ്ങനെ പറയരുത്. അയ്യോ അത്രേ ഉള്ളൂ. പട്ടീനിൽ നിർത്തിയില്ലേ? പെട്ടെന്ന് ചില ബുദ്ധിപരമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഒരാളെ കയറ്റിയിരുത്തണം തോന്നുമ്പോ പൃഥ്വിരാജിന്റെ മുഖമാണ് വരുന്നത്. Oh, fantastic. It's probably the biggest film I've ever done and probably the biggest film that has come out of India in a long time. എന്റെ തലയിൽ പണ്ട് കുറെ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പേരുമായിട്ടുള്ള എന്റെ തലയിൽ ഭയങ്കര പേരുണ്ട്. എനിക്ക് അത്രയ്ക്കുണ്ട്. എനിക്കൊന്ന് ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ തല ഭയങ്കര പേനായി. അയ്യെന്ന് ചോദിക്കാം, അത് ശരിയാ. പക്ഷെ എനിക്ക് നിങ്ങളുടെ ചോദ്യം ഇഷ്ടമല്ല. എന്തോ ഒരു സാധനം. എനിക്ക് നിങ്ങൾ ഇഷ്ടമായി. സമ്മാനം ഒന്നും ഇല്ലല്ലോ. സമ്മാനം നന്ദി മാത്രമല്ലേ. വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കറുപ്പിട്ട ചുരിദാർ. വേണമെങ്കിൽ ഇത് കൊണ്ടോക്കാം. വേണ്ട. ഗെയിം ഓഫ് ആൻസേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസ് പറയുന്ന ഒരു പഞ്ചാണ്. ഗെയിം ആ പേരില് ഭയങ്കര പഞ്ചാ. ഇരിക്കുന്ന ആൾക്കാരിൽ പഞ്ചില്ലാതുള്ളൂ. പക്ഷെ എനിക്ക് പഞ്ചുണ്ടല്ലോ വന്നപ്പോ പഞ്ച അതാണ്. ഒരു പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറിനല്ലേ നമുക്ക് കിട്ടിയത്? പാന്റ് അതല്ല, പാൻ സൗത്ത് ഇന്ത്യൻ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ക്ലാരിറ്റിയില് പറമീനാക്ഷി സൗത്തിന്റെ അങ്ങനെ പാൻ ഇന്ത്യൻ ഒന്ന് മോഡിഫൈ ചെയ്തതാണ്. അല്ല, ഞാൻ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് എത്താത്തോണ്ട് ഞാൻ പാൻ സൗത്ത് ഇന്ത്യൻ. മനസ്സിലായി. അപ്പൊ ഇതെന്താന്ന് മനസ്സിലായോ? പാമ്പും കോണി അല്ല, ഇത് ഡെയിൻ. ഡെയിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാലോ. അതെ, 6 സൈഡ് ഉണ്ട്. അതെ, എനിക്കിത് കാണുമ്പോ അങ്ങനെ പറയാനാ തോന്നണേ. പല സൈഡ് ഉള്ളത് കൊണ്ട് അറിയില്ല. പിന്നെ ഇതിനകത്ത് പാമ്പുണ്ട്. അതും ഡെയിൻ. ഇനി വേറെ എന്തെങ്കിലും? പിന്നെ ഏണിയുണ്ട്. ഏണിയുണ്ട്. അയ്യോ, അതെന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നിർത്തുന്നുണ്ടോ? അതല്ല, അപ്പൊ അറിയാലോ ഇത് ഡൈസ് ആണ്, ഇത് നമ്മുടെ പാമ്പും കോണിയും. അപ്പൊ ഈ ഗെയിം ആണ് നമ്മുടെ ഈ ഗെയിം ഓഫ് ആൻസേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഗെയിം സെക്ഷന്റെ അടിത്തറ. ശരി, ഈ ഗെയിമിലൂടെ ആയിരിക്കും നമ്മുടെ സംഭാഷണം മുൻപോട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് ആധികാരികമായ മെച്ചോർഡ് സംസാരങ്ങളൊന്നുമില്ല. അതെനിക്ക് അറിയാം. നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല. നിങ്ങൾ വന്നിരിക്കുമ്പോ തന്നെ ആ പ്രതീക്ഷ ഞാൻ പോയിക്കോട്ടെ. അപ്പൊ ആദ്യം ആരാ കളിക്കണ്ടേ? ആദ്യം ചോദ്യം. നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നീചമായ ഒരു കാര്യം എന്താണ്? ക്രൂവൽ ആയിട്ട് ഒരാളോട് എന്താണ് പറഞ്ഞത്? അത് പറയണ്ടായിരുന്നു. അതെ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതുവെ അങ്ങനെ ഒരാളല്ല, അങ്ങനെ പറയുന്ന ഒരാളൊന്നും അല്ല. പറഞ്ഞില്ല. നിങ്ങളുടെ ഈ ചോദ്യം കേട്ടിട്ട് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഞാന് ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, എന്റെ ഒരു കോസ്റ്റർ നമ്മുടെ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുറെ നേരം എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കര ബഹളം. ഞാനിവിടെ ഇമോഷണൽ സീൻസ് അഭിനയിച്ചിരിക്കുമ്പോൾ അവരോട് കളി തമാശ ഭയങ്കര ബഹളം. അപ്പൊ എനിക്ക് എന്തോ പെട്ടെന്ന് ദേഷ്യത്തില് നിർത്തിട്ട് പോടാ പട്ടി. അങ്ങനെ പറയരുത്. അയ്യോ, അത്രേ ഉള്ളൂ. പട്ടീനിൽ നിർത്തിയില്ലേ? പക്ഷെ ഞാൻ പൊതുവെ അങ്ങനെ പറയുന്ന പട്ടി അങ്ങനത്തെ ഒന്നും പറയാറില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പക്ഷെ അന്ന് എനിക്ക് അയാളെ കണ്ടപ്പോ അങ്ങനെ തോന്നി. സീരിയസ് ആയിട്ട് എടുത്തോ അതോ തമാശ ആയിട്ട് എടുത്തോ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ഒന്നും ആയിട്ട് എടുത്തില്ല. അതിന് സംസാരിച്ചു. പക്ഷെ എനിക്ക് തോന്നി അയ്യോ അത്ര ഓവറായിട്ട് റിയാക്ട് ചെയ്യണ്ടെന്ന് അങ്ങനെ തോന്നിയായിരുന്നു. ആ പട്ടീന്ന് വിളിച്ചതിൽ എത്ര റിഗ്രറ്റ് ഉണ്ടെന്ന് നോക്കൂ. ആള് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി നല്ലല്ലോ നിർത്തണം. ദൈവമൊക്കെ പട്ടി പപ്പയോ. പക്ഷെ ഞാൻ സത്യത്തില് ഞാൻ ഇതായിട്ട് പറയല്ലോ, സത്യത്തില് ഞാൻ അങ്ങനെ ആൾക്കാരെ അങ്ങനെ പട്ടിയൊന്നും വിളിക്കാറില്ല. വിളിക്കണമെന്ന് തോന്നിയാലും ഉള്ളില് വെക്കാം അല്ലേ? ഇങ്ങനെയൊക്കെ പറയും, ചവച്ചു തിന്നും, അങ്ങനെയൊക്കെ പറയും. ഇവള് നമ്മളെക്കാളും തറയടാ. നല്ല ഉത്തരം. കളിച്ചോളൂ. എടാ, നമ്മളേതാ കളറ്? ഓക്കെ, പച്ച ആയതുകൊണ്ട് പച്ച പിടിക്കുന്നു വിചാരിക്കുന്നത്. ആദ്യം തന്നെ പാമ്പിന്റെ വാലയിലാണ്. 4.
നിങ്ങൾ എന്റെ നിങ്ങൾ ഓക്കെ ഞങ്ങൾക്ക് ചോദ്യം ഇല്ല, ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെയാണല്ലോ. ആ ഭൂമിയിൽ ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആക്കാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെ ആക്കും? എനിക്കറിയാവുന്ന ആരെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആക്കാൻ തോന്നുന്നു. നമുക്കും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൗകര്യം. അങ്ങനെയാണെങ്കിൽ ഞാന് പൃഥ്വിരാജ്. അതെന്താണെന്ന് പോലും ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഐ ഗെറ്റ് ഇറ്റ്. കേട്ടോ, നീ ഉത്തരം കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, പെട്ടെന്ന് ചില ബുദ്ധിപരമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഒരാളെ കയറ്റിയിരുത്തണം തോന്നുമ്പോ പൃഥ്വിരാജിന്റെ മുഖമാണ് വരുന്നത്. Oh, fantastic. It's probably the biggest film I've ever done and probably the biggest film that has come out of India in a long, long time. അങ്ങനെ വേറെ ഒരാൾ എന്തൊരു ചോദ്യം ചോദിച്ചു, അപ്പോഴും ഞാൻ പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. എന്താ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് രാജുവേട്ടൻ ഇങ്ങനെ അവിടെ തകർക്കും. അതെ, അതിന് പ്രത്യേകിച്ച് എന്തിനാ റീസൺ ആവശ്യമില്ല. പിന്നെ ഇല്ല ലാംഗ്വേജിന് അറിവ് എല്ലാം കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആണ്. ആൾ തന്നെയാണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും മനസ്സിലായി? ഇല്ല, അത് പറഞ്ഞ എന്റെ ഇത്ര നേരം ആരും ഇല്ലായിരുന്നു. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ കറക്റ്റ് ആണല്ലോ. അതാണ് ശരി. എന്തുകൊണ്ട് അവിടെ പറയാൻ ഇല്ല. രാജുവേട്ടൻ നീയാണെന്നാണ് പറയാൻ ഇല്ല ഞാൻ. ആരും ഇല്ല, മനസ്സിലാരും വരുന്നില്ല ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആക്കാൻ പറ്റിയ ആരും. അതാണ് 2. എന്നിട്ടും ഞങ്ങളുടെ കൂടെ എത്തുന്നില്ലല്ലോ. അതാണ്. ഞങ്ങൾ പോവാണേ. 1, 2. 8 മിനിറ്റ് 26 ആദ്യം മലയാള സിനിമയിൽ അഭിനയിക്കുന്നു, പിന്നീട് ഈ പറയുന്ന പോലെ സീരിയൽ അഭിനയിക്കുന്നു, മറ്റ് ഭാഷകളിലോട്ടൊക്കെ പോകുന്നു. ഇപ്പൊ ജീവിതത്തിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ഒരു മൊമെന്റ് ഇതാണ് എന്ന് തോന്നി. ഇപ്പൊ ഒബ്വിയസ്ലി നമ്മളിപ്പോ ചെറുപ്പം തൊട്ടേ നമുക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം വെച്ച് നടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്കൊരു നേടിയെടുത്തൊരു സന്തോഷം ഉണ്ടാവും. മേ ബി നമ്മള് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് പ്രതിഫലം കിട്ടിയത് കൊണ്ട് ആ പ്രതിഫലം വെച്ച് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴായിരിക്കും ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഇപ്പൊ കരിയറിൽ ഒരുപാട് സ്റ്റേജുകൾ കണ്ടല്ലോ, അതിൽ ഏത് സ്റ്റേജിലാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു? ആക്ച്വലി ഇപ്പോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു സ്റ്റേജില്. കാരണം ഞാൻ ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ ഇങ്ങനെ സിനിമ അഭിനയിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ നമ്മളിങ്ങനെ ഡ്രീം ചെയ്ത് വെച്ചല്ലോ. സോ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ആ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോയി. സോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം. പെർഫോം ചെയ്യാൻ സ്പേസ് ഇട്ടുണ്ട്, അംഗീകാരം കിട്ടുന്നുണ്ട്, നമുക്ക് ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോ കിട്ടുന്ന ഒരു സ്നേഹം അതുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ സിനിമയ്ക്ക് അപ്പുറം ഇപ്പൊ നേരത്തെ പറഞ്ഞത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് നമ്മൾക്ക് ഓരോ കാര്യം ചെയ്യണം അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാനിപ്പോ ഒരു 9ാം ക്ലാസ് മുതൽ ഇങ്ങനെ ഏൺ ചെയ്ത് ഇപ്പൊ ഇവിടെയൊക്കെ വരെ എത്തുമ്പം വീട്, കാറ്, അത് കല്യാണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതെ അതെ അതെ. ഇനി അടുത്ത് അല്ല കളിക്കണം. സിറ്റുവേഷനിൽ ഞാൻ സന്തോഷവതിയാണ്. 5 എടാ മുമ്പേ കയറിടാ. 1 2 3 4 5 5 ശരി 2 ഒപ്പത്തിനൊപ്പം. അതെ. ഇനി എന്റെ അടുത്ത ബുദ്ധിപരമായ ചോദ്യം. തലയിൽ കാലുള്ള ജീവി. തലയിൽ കാലുള്ള ജീവിയാ? തലയിൽ കാലുള്ള ജീവിയാ? തലയിൽ കാലുള്ള ജീവി അങ്ങനെ അയ്യോ എനിക്ക് കിട്ടുന്നില്ല. അതെ. ഏതില്? പേനില് തലയിൽ കാലുണ്ടല്ലോ, തലയിൽ പേന്റെ കാലുണ്ടല്ലോ. അത് കണ്ട് ഞാൻ പെട്ടെന്ന് മാറ്റിപ്പോ അത് എന്നാ പിന്നെ അപ്പൊ തന്നെ എന്ന് പറയണ്ടേ? ഞാൻ പേന്ന് പറയുമ്പോ മീനാക്ഷി. അത് ഒറ്റടിക്ക് ഉത്തരം കേട്ട എന്റെ അറിവിൽ മയങ്ങിപ്പോയി. സർപ്രൈസ് ആയി പോയത്. ഓക്കെ. എന്റെ തലയിൽ പണ്ട് കുറെ പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പേരുമായിട്ടുള്ള എന്റെ തലയിൽ ഭയങ്കര പേരുണ്ട്. എനിക്ക് അത്രയ്ക്കുണ്ട്. എനിക്കൊന്ന് സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ ഒക്കെ തല ഭയങ്കര പേനായി. കാട്ടിക്കൊണ്ടാക്കിയ ശീതള് മറ്റോളാണല്ലോ കാരണോ വർഷ ഇല്ലാട്ടാ. ആണോ? 6 ആര്? ഞാൻ കളിച്ചില്ലല്ലോ. കളിച്ചു 3 ആണല്ലേ? 5 ഇട്ടത്. അല്ല, അത് കഴിഞ്ഞ 3 ഇട്ടു. ഇപ്പൊ നിങ്ങൾ വെച്ചു 6 വെച്ചു. 6. നമ്മള് ബ്ലൂ അല്ലേ? 3 4 5 6. ഏണിയുടെ അടുത്ത് പരിസര പ്രദേശം ഉലത്തുന്നില്ല. ആരും ഏണി കേറുന്നില്ലല്ലോ. അതെ. ഒരു ആൺപൂച്ചയും പെൺപൂച്ചയും കണ്ടുമുട്ടി. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട് പെൺപൂച്ച ആൺപൂച്ചയുടെ ചെവിയിൽ സ്നേഹപൂർവ്വം ഒരു കാര്യം മന്ത്രിച്ചു. എന്തായിരിക്കും?
ഇതൊക്കെ എന്ത് ഈ ചോദ്യം ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരെല്ലാരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടഫാന്ന് ഓർത്ത് ചോദിക്കുന്നത്. ഇതെങ്ങനെ ടഫ് ആവണേ? ഈ പെൺപൂച്ചയാണ്. ചോദ്യത്തിന് ഒരു ഉത്തരം തെറ്റിയവരുണ്ട്. ആണോ? ആ. ഇനി മിയാവും പറയണതിന് ടോണിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കണം, ഏത് ടോണിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത് ചോദിക്കണം. എന്നാ. എന്തായാലും ഞാൻ ജയിച്ചു. ഇപ്പൊ ഇതാരാ? 4 4 അല്ല 5. 4. 4. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. 1 2 3 4. 16 4. ഓക്കെ. ഇഞ്ചോട് ഇഞ്ചിന് പോരാട്ടമാണ് ഡെയിൻ മീനാക്ഷി ആൻഡ് സ്വാസിക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ്. ഇതിൽ ജയിച്ചാ പണി പാളും. ആര്? ഞാൻ ജയിച്ചാൽ ഞങ്ങളുടെ പണി പാളും. നിങ്ങളെ പണിപാളും. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. രാഹുൽ ഗാന്ധി അത് ചോദ്യമായിട്ട് വന്നേക്കാനുള്ളത് രാഹുൽ ഗാന്ധി ഞാനിവിടെ നിന്ന് ഒരുങ്ങുന്നേ. രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണെന്ന്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. എന്തൊരിതത് ഇങ്ങനെയുണ്ടൊരിത്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. രാഹുൽ ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. രാജീവ് ഗാന്ധിയുടെ മകന്റെ പേരാണ് രാഹുൽ ഗാന്ധി. എടാ പോടാ. അയ്യോ, കമ്പനിക്ക് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. കമ്പനിക്ക് തെറ്റുപറ്റിയതാ. രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഞാൻ ഗാന്ധി. ഒരു മിനിറ്റ് രാജീവ് ഗാന്ധിയുടെ മകനാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പൊ ചോദിച്ചത് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. മകന്റെ അച്ഛനാണ്. അയ്യന്റെ മോനെ. മകന്റെ അച്ഛനല്ല, അച്ഛനോട് കത്ത് വീട്. എനിക്ക് ചോദ്യം അങ്ങനെ കിട്ടിയില്ല. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. ഡാഷ് ഇടക്കിടക്ക് നീ പറയല്ലേ, അതിലാണ് മൊത്തം ആ കൺഫ്യൂഷൻ വരുന്നത്. എന്റെ ചോദ്യം, രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി അച്ഛനും മോനും അല്ലേ? അല്ലേ? അതല്ലേ? ഓക്കെ. ഇപ്പൊ അത് തന്നെയാണ് നിങ്ങൾ ചോദിച്ചതും. അതെ. പിന്നെ എന്തായിരിക്കും? മകനാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ എന്താ മകന്റെ ഡാഷ് എന്ന് പറഞ്ഞ? രാഹുൽ ഗാന്ധി ഓക്കെ മകനാണല്ലോ. മകനാണ്. രാജീവ് ഗാന്ധി അച്ഛനാണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ. അപ്പൊ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അവന്റെ എന്താ? രാഹുൽ ഗാന്ധി എന്റെ ഐഡന്റിറ്റി, എന്റെ രാജീവ് ഗാന്ധിയുടെ മകൻ, അതാണ് എന്റെ ഐഡന്റിറ്റി. പക്ഷെ എന്നെ പുറത്ത് പറയുന്ന എനിക്കൊരു എന്റേതായ ഒരു സെൽഫ് ഐഡന്റിറ്റി ഉണ്ടല്ലോ. എന്തായിരിക്കും അത്? രാഹുൽ ഗാന്ധി. അതെന്താ അയാളുടെ രാഹുൽ ഗാന്ധിയുടെ മകന്റെ എന്താണ്? ആ രാഹുൽ ഗാന്ധി അല്ല, രാജീവ് ഗാന്ധിയുടെ മകന്റെ എന്താണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ അത്? ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്. അവിടെ ഇരിക്കട്ടെ. ആ വീട് മകൻ. അതൊക്കെ അത് സ്ഥാനം, ലൈഫിൽ അയാളുടെ സ്ഥാനം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് എന്താ? രാഹുൽ ഗാന്ധി ഒരു വ്യക്തി. ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യണത് എന്ത് വെച്ചിട്ട്? നമ്മൾ ഒരു വ്യക്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ട്? ആണ് പെണ്ണ്. ഒരു ആണിനെയോ ഒരു പെണ്ണിനെയോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന. ഇപ്പൊ ശ്വാസികനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോ ശ്വാസികയുടെ അമ്മയുടെ മകളാണെന്നല്ലല്ലോ എന്താ പറയാ? ശ്വാസിക ഒരു അറിയില്ല കേട്ടോ. അയ്യെന്ന് ചോദിക്കോ? ശരിയാ. പക്ഷെ എനിക്ക് നിങ്ങളുടെ ചോദ്യം ഇഷ്ടമല്ല. എന്തോ ഒരു സാധനം. എനിക്ക് നിങ്ങൾ ഇഷ്ടമായി. അതായത് രാഹുൽ ഗാന്ധി അച്ഛനാണ്, മോനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, മകന്റെ അച്ഛനാണെന്നും പറഞ്ഞു. പിന്നെ എന്താണ് അതിന്റെ ഇടയിൽ വേർഡ്? രാഹുൽ ഗാന്ധി പാമ്പിനിട്ട് കൊടുക്കും. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ എന്താണത്? രാജീവ് ഗാന്ധിയുടെ മകന്റെ അച്ഛനാണ്. ഒരൊലക്ക കിട്ടുമോ? അല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഉത്തമ. ഇപ്പൊ എന്റെ അപ്പന്റെ പേര് ഡേവിസ്. ഓക്കെ, എന്റെ പേര് ഡെയ്ൻ. ഓക്കെ, അപ്പോ ഡെയ്ൻ ഡേവിസിന്റെ മോനാണ്. അതുവരെ ഓക്കെ. ഡെയ്ൻ എന്ന് പറയുന്ന ഇങ്ങനെ പറയാം. ഡെയ്ൻ എന്ന് പറയുന്ന അവന്റെ പേര്. അങ്ങനെ പറ. അതും ഇതെന്താ? രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ പേരാണോ?
ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പാപ്പും കൂടി എടുത്ത് പക്ഷെ അത് ഈ എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ ചോദ്യത്തിൽ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കൺഫ്യൂഷൻ വരാൻ വേണ്ടിട്ടാണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി അതല്ലേ മകന്റെ ഇങ്ങനെയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി എന്നത് രാജീവ് ഗാന്ധിയുടെ മകന്റെ പേരാണ് അങ്ങനെയാണ് വേണ്ടത്. അല്ല മറ്റതും ഒക്കെയാണ്. രാഹുൽ ഗാന്ധി കാല് മാറുന്നു. അങ്ങനെയല്ല. ഈ ചോദ്യത്തിന് എന്തോ ഒരു വള്ളി തെറ്റുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി അത് പക്ഷെ പേരാണ്. പറഞ്ഞു പേരുന്ന് പറഞ്ഞപ്പോ എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു പേരുന്ന്. അയ്യോടി 1 2 3 4 5 6 ഞാൻ ജയിച്ചില്ലേ? ഇല്ല. ഇനി ഈ കളിയാണ് ലാസ്റ്റ്. ഞാൻ 5 ഇട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടെത്തും. കളിക്കാൻ കൊണ്ട് ജയിച്ചു. ഇത്ര 1 2 3 4 5 5 പോയിന്റ്സിന് ഞാൻ ജയിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഒരു ചോദ്യം കൂടി ചോദിക്കണോ? എന്നെ ഡയറക്ടറോട് ചീത്ത വിളിക്കുന്നു, മതി നിർത്തിപ്പോടെന്ന്. നിങ്ങൾ രാജീവ് ഗാന്ധി മകന്റെ മനസ്സിലായി. എന്തായാലും അത് 2-3 ഇറക്കാട്ടോ ഈ സാധനം. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ഒരു കാര്യം ചെയ്യ്, വേറെ ആൾക്കാരോട് ഇറക്കിയിട്ട് പറ. സക്സസ് ആവണ്ടോ? എന്നെ പോലെ മണ്ടി ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പറയും. അതാ 2-3 ടിങ്കിളിനോട് ചോദിച്ചാലോ? അത് ഒരു ഉഗ്ര ചോദ്യം ഉണ്ട്, തരാം. അപ്പൊ എന്തായാലും വിലയേറിയ സമയം ഞങ്ങളുടെ ഈ എളിയ ഇന്റർവ്യൂവിന് എല്ലാം നല്ലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധി എനിക്ക് കുടുങ്ങിപ്പോയത്. പക്ഷെ നിങ്ങളുടെ ബ്രില്യൻസ് ആണെന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നു. മീനാക്ഷിയുടെ ബ്രില്യൻസ്. അങ്ങനെ മീനാക്ഷിയുടെ ചോദ്യം ഇല്ലായിരുന്നു അത്? അല്ലല്ല, ഇത് മീനാക്ഷി കൊടുത്ത ചോദ്യം. ഗൂഗിളിന്റെ ചോദ്യ. ആരാണെങ്കിലും അവരുടെ ബ്രില്യൻസ് ആയിട്ട് ഞാൻ അതിനെ കാണുന്നു. ഞാൻ വല്ലാതെ ഒന്നും ചിന്തിച്ചു. ഇപ്പൊ മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ് ആയല്ലോ. പോയിട്ട് ഡാൻസ് ചായ കുടിച്ചിട്ട് ഡാൻസ് പഠിക്കും. അതെ ശരി. സമ്മാനം ഒന്നും ഇല്ലല്ലോ. സമ്മാനം നന്ദി മാത്രമല്ലേ. വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കറുപ്പിട്ടോ ചുരിദാർ. വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാം. വേണ്ട, ഒരാവശ്യമില്ല. കപ്പ് വേണ്ട. അതെ വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാം. ഇത് ബാക്കില് വീഡിയോ ഗെയിമാ പണ്ടത്തെ. ചോദ്യത്തിന്റെ കലവറയാണ് ആ മൊബൈലിൽ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.